1980 ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം ഇന്ദിരാഗാന്ധിക്ക് മുന്നിൽ ഒരു ചോദ്യമുയർന്നു. ഏത് മണ്ഡലം നിലനിർത്തണം? അന്ന് 2 മണ്ഡലങ്ങളിൽ നിന്ന് ഇന്ദിര വിജയിച്ചിരുന്നു. കൃത്യമായി പറഞ്ഞാൽ, ഒന്ന് അവിഭക്ത ആന്ധ്രയിലെ മേധക്, രണ്ടാമത്തേത് UP-യിലെ റായ്ബറേലി. അതിൽ ഇന്ദിര തിരഞ്ഞെടുത്തത് മേധക്കാണ്. റായ്ബറേലി അവർ വേണ്ടെന്ന് വെച്ചു. 1980-നും 2024-നും ഇടയിൽ UP-യും ഇന്ത്യയും ഒരുപാട് മാറിക്കഴിഞ്ഞു. തുടർച്ചയായി 3-ാം വട്ടം അധികാരത്തിലെത്തുന്ന നരേന്ദ്രമോദിയുടെ ഇന്ത്യയാണ് ഇപ്പോൾ രാഹുലിന് മുന്നിൽ. അതുകൊണ്ട് തന്നെ രാഹുൽ ഗാന്ധി റായ്ബറേലി തിരഞ്ഞെടുക്കുന്നതിൻ്റെ കാരണം വ്യക്തിപരമല്ല, രാഷ്ട്രീയമാണ്. തെരഞ്ഞെടുക്കാൻ രാഹുലിന് 2 വഴിയില്ല എന്നതാണ് വാസ്തവം. ദേശീയ രാഷ്ട്രീയത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സുപ്രധാന നേതാവ് ഹിന്ദി ഹൃദയഭൂമിയിൽ കാലുറപ്പിക്കേണ്ടതുണ്ടെന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡ് കരുതുന്നു. ഒപ്പം കേരളത്തിൽ കാലുറപ്പിച്ച സുരക്ഷിത മണ്ഡലം പ്രിയങ്ക ഗാന്ധി ഏറ്റെടുക്കുന്നു. അതിലൂടെ കേരളത്തിൽ കോൺഗ്രസിന്റെ ഏറ്റവും സുരക്ഷിതമായ സീറ്റ് ഗാന്ധി കുടുംബത്തിന് സ്വന്തമാവുന്നു എന്ന് സാരം. വയനാട്ടിൽ കാലുറപ്പിക്കുന്ന പ്രിയങ്കയുടെ യഥാർത്ഥ ലക്ഷ്യം കേവലം ഉപതെരഞ്ഞെടുപ്പല്ല എന്നത് ഏവർക്കും അറിയാം. എന്നാൽ നെഹ്റു കുടുംബത്തിന്റെ തുറുപ്പുചീട്ടായി പ്രിയങ്കയെ തന്നെ കളത്തിലിറക്കിയ കോൺഗ്രസ് നീക്കം വലിയൊരു മുന്നൊരുക്കത്തിന്റെ സൂചനയാണ്. പ്രിയങ്ക ഗാന്ധി വയനാട്ടിൽ സ്ഥാനമുറപ്പിക്കുമ്പോൾ സ്വാഭാവികമായും കേരളത്തിലെ രാഷ്ട്രീയ കാറ്റ് മാറിവീശും. അങ്ങനെ നെഹ്റു കുടുംബത്തിന്റെ നിരന്തര സാന്നിധ്യം കേരളത്തിലുണ്ടാകുമ്പോൾ കോൺഗ്രസിന് അനുകൂലമായി മാറുന്ന ഘടകങ്ങൾ അനവധിയാണ്. 2019-ൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയത് മുതലാണ് ഗാന്ധി കുടുംബത്തിന്റെ പൈതൃകം കേരളം അനുഭവിച്ചു തുടങ്ങിയത്. 2019-ൽ അമേഠിയിലേറ്റ വലിയ തിരിച്ചടിയിലൂടെയാണ് രാഹുൽ ഗാന്ധി വയനാട്ടിലേക്ക് കടന്നു വരുന്നത്. എന്നാൽ വയനാട് രാഹുലിനെ കരുത്തനായ നേതാവാക്കി മാറ്റി, ഒരു പുനരുജ്ജീവനം നൽകി. റായ്ബറേലി തളർത്തിയ രാഹുലിന് ആത്മവിശ്വാസം നൽകിയത് വയനാടാണ്. എന്നാൽ രാഹുൽ ഗാന്ധി വയനാട്ടിൽ നിരന്തര സാന്നിധ്യമല്ലായിരുന്നു. പക്ഷേ രാഹുലിനെ പോലെയല്ല പ്രിയങ്ക ഗാന്ധി വയനാട്ടിലേക്ക് എത്തുന്നത്. വയനാടിന്റെ സ്വന്തം സ്ഥാനാർത്ഥിയായിട്ടാണ്. 2019-ൽ രാഹുൽ ഗാന്ധി മത്സരിക്കാൻ എത്തിയപ്പോഴുണ്ടായ അതേ അനുകൂല തരംഗങ്ങൾ കേരള രാഷ്ട്രീയത്തിലുടനീളം ഇനി കോൺഗ്രസിനുണ്ടാകുമെന്നുള്ളത് വലിയ നേട്ടം തന്നെയാണ്. മാത്രമല്ല, നെഹ്റു കുടുംബത്തോട് അഥവാ ഗാന്ധി കുടുംബത്തോട് പണ്ടുമുതലേ കേരളത്തിന് വലിയ ചായ്വുണ്ട് എന്നുള്ളത് അടിയന്തരാവസ്ഥയ്ക്ക് ശേഷവും ഇന്ദിരാഗാന്ധിയെ ചേർത്ത് നിർത്തിക്കൊണ്ട് കേരളം തെളിയിച്ചതുമാണ്. അതുകൊണ്ട് വീണ്ടും ഗാന്ധി കുടുംബത്തിൽ നിന്നുള്ള ഒരു സ്ഥാനാർത്ഥിയായി പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ കേരളം അവരെ ഇരുകൈയും നീട്ടി സ്വീകരിക്കുമെന്നുള്ള പച്ചയായ യാഥാർത്ഥ്യം നെഹ്റു കുടുംബത്തിന് കൃത്യമായി തന്നെ അറിയാമായിരുന്നു. അതുകൊണ്ട് റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിക്കുകയാണ് എങ്കിൽ വയനാട് കൈയൊഴിയുമെന്നുള്ള കാര്യവും കോൺഗ്രസിനും ഹൈക്കമാൻഡിനും നെഹ്റു കുടുംബത്തിനും നല്ല ധാരണയുണ്ടായിരുന്നു. അങ്ങനെയെങ്കിൽ രാഹുലിന് അത്രയും പ്രിയപ്പെട്ട, അദ്ദേഹത്തെ ജനകീയനാക്കിയ വയനാടിനെ എങ്ങനെ കൂടെ നിർത്താമെന്ന് നേരത്തെ കൂട്ടി കോൺഗ്രസ് ദേശീയ നേതൃത്വം തീരുമാനിച്ച് ഉറപ്പിച്ചതാണ്. കൃത്യമായി പറഞ്ഞാൽ പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലേക്കുള്ള വരവ് ആദ്യമേ എഴുതി വെച്ചത് തന്നെയാണ്. മറ്റൊരു പ്രധാന ഘടകം, നരേന്ദ്രമോദി പലപ്പോഴായി വിമർശനങ്ങൾ ഉന്നയിച്ചിരുന്നത് ഗാന്ധി കുടുംബം പാർലമെന്റിലേക്ക് എത്തുന്നത് രാജ്യസഭാ സീറ്റിലൂടെയാണ് എന്നതായിരുന്നു. എന്നാൽ ആ വിമർശനത്തിനെ എതിർക്കാൻ തയ്യാറാകാതെ സോണിയാഗാന്ധി രാജസ്ഥാനിൽ നിന്നും രാജ്യസഭാ സീറ്റിലേക്ക് മത്സരിച്ചു. കർണാടകയിൽ നിന്നും സോണിയാഗാന്ധിക്ക് മത്സരിക്കാൻ അവസരം ഉണ്ടായിരുന്നിട്ടും എന്തുകൊണ്ട് രാജസ്ഥാനിൽ നിന്നും സോണിയാഗാന്ധി മത്സരിച്ചു എന്ന ചോദ്യത്തിന് മറുപടിയാണ് പ്രിയങ്ക. അതായത്, രാജസ്ഥാനിൽ നിന്ന് സോണിയാഗാന്ധിയും ദക്ഷിണേന്ത്യയിൽ നിന്ന് പ്രിയങ്ക ഗാന്ധിയും ഹിന്ദി ഹൃദയഭൂമിയിൽ നിന്ന് രാഹുൽ ഗാന്ധിയും ഇനി പാർലമെന്റിലെ ശബ്ദങ്ങളാകും. അണുതെറ്റാതെയുള്ള കൃത്യമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയ ചുവടുവെപ്പ്. മറ്റൊന്ന്, ഇത് കേരളത്തിലെ കോൺഗ്രസിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ്. രാഹുൽ ഗാന്ധി വയനാട്ടിൽ MP ആയിരുന്നുവെങ്കിലും കേരളത്തിലെ രാഷ്ട്രീയ കാര്യങ്ങളിൽ ഇടപെടാറില്ല. കേരളത്തിൽ അന്നും ഇന്നും അവസാന വാക്ക് KC വേണുഗോപാലാണ്. ഒരുപക്ഷേ ആദ്യം അത് AK ആന്റണിയും അതിനു മുൻപ് K കരുണാകരനുമായിരുന്നു. പണ്ട് മലയാളത്തിന്റെ ഹൈക്കമാൻഡ് എന്ന വിശേഷണം പോലും AK ആന്റണിക്ക് ഉണ്ടായിരുന്നു. KCക്ക് ഇപ്പോഴും കേരള രാഷ്ട്രീയത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കാനുള്ള പ്രധാന കാരണം അദ്ദേഹം രാഹുൽ ഗാന്ധിയുടെ ഏറെ അടുത്തു നിൽക്കുന്ന നേതാവാണ് എന്നതുകൊണ്ട് തന്നെയാണ്. എന്നാൽ പ്രിയങ്ക വന്നു കഴിഞ്ഞാൽ ഈ രാഷ്ട്രീയ സാഹചര്യം അങ്ങനെ ആയിരിക്കില്ല. പ്രിയങ്ക ഇനി മുതൽ കേരളത്തിലെ നിരന്തര സാന്നിധ്യമായി മാറും. പുതിയ അധികാര കേന്ദ്രങ്ങളുണ്ടാകും. ഒരുപക്ഷെ കേരളത്തിലെ കോൺഗ്രസിൽ ആരോഗ്യപരമായ മുന്നേറ്റമുണ്ടാകും. നിലപാടുകളിൽ ഏറ്റിറക്കങ്ങളുണ്ടാകും. പ്രിയങ്ക കേരളത്തെ നിയന്ത്രിക്കുന്ന ഘടകമായി മാറുമെന്നതിനും കോൺഗ്രസിലെ അധികാര കേന്ദ്രങ്ങളിൽ മാറ്റം വരുമെന്നതിനും ഏറെ വലിയ ഉദാഹരണം തന്നെയാണ് K മുരളീധരന്റെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷമുള്ള മാറ്റം.
താനിനി തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സജീവമാകുമെന്നായിരുന്നു കെ മുരളീധരന്റെ വാക്കുകൾ. അതായത് പ്രവർത്തകർക്ക് ഏറെ പ്രാധാന്യമുള്ള തദ്ദേശ തെരഞ്ഞെടുപ്പിൽ മുന്നിൽ നിന്ന് നയിക്കാൻ കെ മുരളീധരൻ ഉണ്ടാകും. ഇത് ആ അധികാരമാറ്റത്തിന്റെ നിലപാടിന്റെ സൂചന തന്നെയായി വിലയിരുത്താം. അടുത്തത് കോൺഗ്രസിന്റെ ശക്തിയായ മുസ്ലിം ലീഗിനെ എങ്ങനെ സ്വാധീനിക്കുമെന്നതാണ്. മുസ്ലിം ലീഗിന് ഏറെ സ്വാധീനമുള്ള ലോക്സഭാ മണ്ഡലമാണ് വയനാട്. 2019 രാഹുൽ ഗാന്ധി വയനാട്ടിൽ മത്സരിക്കാൻ എത്തിയപ്പോൾ കോൺഗ്രസിന് ഒപ്പത്തോടൊപ്പം നിന്ന് വലിയ പിന്തുണ നൽകിയത് മുസ്ലിം ലീഗാണ്. അങ്ങനെയുള്ള ലീഗിനെ നെഹ്റു കുടുംബത്തിൽ നിന്നുള്ള പ്രിയങ്ക എത്തുമ്പോൾ ദേശീയ തലത്തിൽ വലിയ സ്വീകാര്യത ലഭിക്കും, ഏറെ പ്രാധാന്യവും ലഭിക്കും. ലീഗിനെ കോൺഗ്രസ് കൈവിടില്ല എന്നതിന് കൃത്യമായ ഉദാഹരണമാണ് പ്രചാരണ സമയങ്ങളിൽ ലീഗിന്റെ കൊടി താഴ്ത്തിയതും പിന്നീട് വിജയശേഷം ലീഗിന്റെ കൊടി വാനോളം ഉയർത്തിയതും. ഇത് കൃത്യമായ കോൺഗ്രസിന്റെ രാഷ്ട്രീയവും കേന്ദ്രത്തിനുള്ള മറുപടിയുമാണ്. അടുത്തത് ലീഗിനെ സംബന്ധിച്ച് വലിയ മാറ്റം ഇനി ഉണ്ടാകാൻ പോകുന്നത് ജെൻഡർ രാഷ്ട്രീയത്തിലാണ്. പ്രിയങ്കയെ പോലുള്ള ഒരു നേതാവ് UDF നിർണായകമാകുമ്പോൾ ലീഗിലെ ജെൻഡർ സമവാക്യങ്ങളെല്ലാം തിരുത്തി എഴുതപ്പെടും. 25 വർഷങ്ങൾക്ക് മുൻപാണ് ലീഗ് ആദ്യമായി ഒരു വനിതാ സ്ഥാനാർത്ഥിയെ മത്സരിപ്പിക്കുന്നത്. പിന്നീട് നീണ്ട 25 വർഷങ്ങൾ ലീഗിന് വനിതാ സ്ഥാനാർത്ഥി ഉണ്ടായിരുന്നില്ല എന്നുള്ളത് ലീഗിന്റെ ജെൻഡർ സമവാക്യം എന്താണെന്ന് കൃത്യമായി തന്നെ പറഞ്ഞു വെക്കുന്നുണ്ട്. ഹരിത വിവാദവും ഇതോടൊപ്പം തന്നെ കൂട്ടി വായിക്കേണ്ടതാണ്. വലിയ മാറ്റങ്ങളും മുന്നേറ്റങ്ങളും ലീഗിലുണ്ടാകും. കോൺഗ്രസിനും ലീഗിനും അപ്പുറത്തേക്ക് പ്രിയങ്കയുടെ വരവ് CPM-നും ഏറെ നിർണായകം തന്നെയാണ്. കാരണം കേരളത്തിലെ കോൺഗ്രസിന്റെ പ്രധാന ശത്രു ഇടതുപക്ഷമാണ്. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വമ്പൻ പരാജയം നേരിട്ട ഇടതുപക്ഷത്തിന്റെ ഏക പ്രതീക്ഷ വരാനിരിക്കുന്ന ഉപതെരഞ്ഞെടുപ്പുകളാണ്. വയനാട് ഒഴികെ ബാക്കി ചേലക്കരയും പാലക്കാടും ഇടതുപക്ഷം കാലുറപ്പിക്കാൻ നന്നായി പരിശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ 2019 രാഹുൽ തരംഗം പോലെ ഒരു പ്രിയങ്ക തരംഗം 2024 ഉപതെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുമെന്നുള്ളത് CPM-നെ അങ്കലാപ്പിലാക്കുന്നുണ്ട്. ആ തരംഗം തുടർന്നങ്ങോട്ട് കേരള രാഷ്ട്രീയത്തെ ഏറെ സ്വാധീനിക്കുമെന്നുള്ളതും CPM-ഉം അഥവാ ഇടതുപക്ഷത്തിനും വലിയ തിരിച്ചടി തന്നെയാണ്. ഒന്നുകൂടി വ്യക്തമായി പറഞ്ഞാൽ വയനാട്ടിൽ മഴ പെയ്യുമ്പോൾ പാലക്കാടും ചേലക്കരയിലും മരം പെയ്യും. BJP 2024 തെരഞ്ഞെടുപ്പിൽ ഏറെ നിർണായകമായി കണ്ടത് ദക്ഷിണേന്ത്യയെയാണ്. കേരളത്തിലെ സുരേഷ് ഗോപിയുടെ വിജയവും ദേശീയ തലത്തിൽ പോലും BJPക്ക് ഒരു പൊൻതൂവൽ തന്നെയാണ്. അതേ കേരളത്തിലേക്ക് നെഹ്റു കുടുംബത്തിൽ നിന്ന് പ്രിയങ്ക ഗാന്ധി എത്തുമ്പോൾ BJP സുരേഷ് ഗോപിയിലൂടെ നേടിയ രാഷ്ട്രീയ പ്രഭയ്ക്ക് മങ്ങലേൽക്കും. ഉപതെരഞ്ഞെടുപ്പിലൂടെ പ്രിയങ്ക കാലുറപ്പിക്കുമ്പോൾ കേരളത്തിലെ രാഷ്ട്രീയ കാറ്റ് മാറിവീശും. കോൺഗ്രസിന് അകത്തെയും പുറത്തെയും രാഷ്ട്രീയ സമവാക്യങ്ങൾ തിരുത്തിയെഴുതപ്പെടും. ജനവിധിയിൽ വലിയ തിരിച്ചടി നേരിട്ട CPM അടുത്ത ഘട്ടത്തിൽ കാലുറപ്പിക്കാൻ നന്നേ പ്രയാസപ്പെടും. വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ച BJP അടവുകൾ മാറ്റി പയറ്റേണ്ടി വരും.